അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേർപാടിന്റെയും പ്രതീക്ഷയുടെയും ഇതിഹാസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിലേക്ക് ഒരു ചരിത്രയാത്ര. മക്കയിലെ ഖുറൈശി ഗോത്രത്തിലെ ബനൂ ഹാഷിം കുടുംബത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ പ്രിയപ്പെട്ട മകനായിരുന്നു അബ്ദുല്ല. അദ്ദേഹം സുമുഖനും സൽഗുണസമ്പന്നനുമായിരുന്നു. അബ്ദുൽ മുത്തലിബ് ബനൂ സുഹ്റ ഗോത്രത്തിലെ ആമിന ബിൻത് വഹബ് എന്ന യുവതിയെ മകന് വധുവായി കണ്ടെത്തി. സൗന്ദര്യവും വിനയവും സൽസ്വഭാവവും കൊണ്ട് ആമിന വേറിട്ടുനിന്നു. മക്കയിലെ പരമ്പരാഗത ചടങ്ങുകളോടെ അവരുടെ വിവാഹം നടന്നു. ആമിനയ്ക്ക് അബ്ദുല്ലയോട് അഗാധമായ സ്നേഹമുണ്ടായിരുന്നു. അവരുടെ പ്രണയം മക്കയിലെ മണൽത്തരികളിൽ പോലും മായാത്ത ഒരു കവിത പോലെയായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തിനുശേഷം അബ്ദുല്ല ഒരു കച്ചവട സംഘത്തോടൊപ്പം സിറിയയിലേക്ക് യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു. ഈ വേർപാട് ആമിനയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അവൾ പറഞ്ഞു, "പ്രിയപ്പെട്ടവനെ, നിങ്ങൾ ഈ യാത്ര പോകേണ്ടതില്ല." അബ്ദുല്ല അവളെ ആശ്വസിപ്പിച്ചു, "ഇതൊരു ചെറിയ യാത്രയാണ്, ഞാൻ വേഗം തിരിച്ചെത്തും." കണ്ണീരോടെ ആമിന തന്റെ ഭർത്താവിനെ യാത്രയാക്കി. കച്ചവടം കഴിഞ്ഞ് സംഘം മടങ്ങുമ്പോൾ വഴിയിൽവെച്ച് അബ്ദുല്ലയ്ക്ക് കടുത്ത പനി ബാധിച്ചു. രോഗം കലശലായപ്പോൾ മുന്നോട്ട് യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ തന്റെ കുടുംബക്കാരായ ബനൂ നജ്ജാർ ഗോത്രക്കാർ താമസിക്കുന്ന മദീനയിലെ വീട്ടിൽ വിശ്രമിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. തളർന്നവശനായ ഈ കച്ചവടക്കാരൻ തങ്ങളുടെ കുടുംബക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തെ പരിചരിച്ചു. എന്നാൽ അബ്ദുല്ലയുടെ നില ഓരോ ദിവസം കഴിയുന്തോറും വഷളായി. അബ്ദുല്ല തിരിച്ചെത്താൻ വൈകിയപ്പോൾ ആമിനയുടെ മനസ്സ് അസ്വസ്ഥമായി. ദിവസങ്ങളോളം അവൾ വഴിയിലേക്കുറ്റുനോക്കി. അബ്ദുല്ല യാത്ര പോയി ഏകദേശം 6 മാസത്തിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ മരണവിവരം മക്കയിലെത്തുന്നത്. ഈ ദുഃഖവാർത്ത കേട്ടപ്പോൾ അബ്ദുൽ മുത്തലിബ് വല്ലാതെ വേദനിച്ചു. അദ്ദേഹം തന്റെ മൂത്ത മകൻ ഹാരിസിനെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. ഹാരിസ് അവിടെ എത്തുമ്പോഴേക്കും അബ്ദുല്ല മരണപ്പെട്ടിരുന്നു. ഈ ദുരന്തം ആമിനയെ അറിയിച്ചപ്പോൾ അവളുടെ ഹൃദയം തകർന്നുപോയിരുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തന്റെ ജീവനായ ഭർത്താവിനെയാണ് അവൾക്ക് നഷ്ടമായത്. അബ്ദുല്ല മരണപ്പെടുമ്പോൾ ആമിന ബീവിക്ക് 7 മാസം ഗർഭമായിരുന്നു. പ്രതീക്ഷയുടെ ഒരു കിരണം അവരുടെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്നു. പ്രിയ പ്രേക്ഷകരെ, ഈ അദ്ഭുതകരമായ ഇതിഹാസ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. ഇമ്പം കുറിക്കുന്ന ഈ ചരിത്രകഥയുടെ ഓരോ ഭാഗവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ കഥ തുടരുന്നു. ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ മഹദിയ ഖത്തൂൺ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ ഈ അത്ഭുത ചരിത്രം തുടരുന്നു. അടുത്ത ഭാഗം ഉടൻ വരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.